ഹലോ അച്ഛാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, മീറോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദേവന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്തിപ്പെട്ട ഒരു മന്ദിരമാണ്. അപ്പോൾ മന്ദിറിൽ നമ്മൾ ഇന്നലെ എത്തിയിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇവിടെ ആശ്രമം ഉണ്ടായിരുന്നു ബാബാജിയുടെ. അപ്പോൾ ബാബാജി പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കുട്ടൂസിനെയൊക്കെ അകത്തെടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായ. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടൂസിനൊക്കെ ഇപ്പോൾ അകത്തുണ്ട്, നമ്മളതുപോലെ കിടന്നിട്ടുണ്ടായത് ഇവിടെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ബാബാജി ഇവിടുന്ന് വെള്ളമൊക്കെ ചൂടാക്കി തന്നിട്ട് നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ. കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വായിന്ന് പുകയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അത്രയും തണുപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് എന്തായാലും മന്ദിറിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനിയിപ്പോൾ കുട്ടൂസിനെ എടുത്തിട്ട് നേരത്തെ ഇറങ്ങണം. കാരണം നമ്മളിനി ദേവബന്ധം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ നേപ്പാളിലെത്തിയപ്പോൾ വിളിച്ചിട്ടുണ്ടായി, അവിടെ വെച്ച് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ദേവബന്ധി പോയിട്ട് അവരെ കാണുന്നതായിക്കോളും, അവരെ കണ്ടിട്ടായിക്കോളും നമ്മളിനി ഹരിയാനയിലേക്കുള്ള അംബാലയിലേക്കുള്ള യാത്ര തുടങ്ങണത്. അപ്പോൾ ഈ ഹൈവേയിലൂടെ ഇന്നലെ രാത്രി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ട് എത്തിപ്പെട്ടൊരു ചെറിയൊരു മന്ദിരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലം കണ്ടപ്പോഴേക്കും നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞ് എത്തിപ്പെട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ആ ബാബാജീനെ പരിചയപ്പെട്ട് നമ്മൾ ഇന്നലെ ആശ്രമത്തിലായിരുന്നു. അതുപോലെ തന്നെ മന്ദിരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മന്ദിരമാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഓരോ പ്രതിഷ്ഠകളാണെങ്കിലും ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ നേരെ ഇതെന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. നമ്മൾ എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ നല്ലൊരു സ്ഥലത്തല്ലേ. ഇന്നലെ നമ്മൾ പെട്രോൾ പമ്പിൽ എവിടെയെങ്കിലും വഴിയിലാണെങ്കിലും ടെൻ്റ് അടിച്ച് കിടന്നിട്ട് ഇന്ന് രാവിലെ തന്നെ നേരത്തെ യാത്ര തുടങ്ങി കൂട്ടുകാരോടെ എത്തിപ്പെടണം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ കറക്റ്റായിട്ട് എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ നല്ല സ്ഥലമാണ്. ഇന്നലെ നമുക്ക് തണുപ്പത്തൊന്നും കിടക്കേണ്ടി വന്നില്ല, കാരണം ബാബാജിക ആ സ്പേസിൽ നമ്മൾക്ക് കമ്പിളിയും അതുപോലെ തന്നെ കിടക്കാനായിട്ട് ബെഡ് സ്പേസ് ഒക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അങ്ങനെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതായിരുന്നു ബാബ. അപ്പോൾ ഈ ബാബയോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിന്ന് രാവിലെ 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റാണ്ട്, അതായത് ഈ ബാബാജിയുടെ ഒപ്പം എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളമൊക്കെ ചൂടാക്കി തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ ബാബാജിയായിട്ട് ഓരോ നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ കുട്ടൂസിനെ എടുത്തിട്ട് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ടുള്ളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ധന്യവാദം. അങ്ങനെ നമ്മൾ കുട്ടൂസിനായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കാൻ നേരത്ത് ഇപ്പോൾ ഇവിടുത്തെ സ്വാമിജി പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വാമിജി ചായ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളോട് പറഞ്ഞ് മേളിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്, നീ എന്നാൽ മേളിലൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേളിലാണെങ്കിൽ നല്ല രസമുണ്ട്, ഇവിടെ നിൽക്കാനായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുകളിൽ നിന്ന് ഇവിടെ മന്ദിർ, അതുപോലെ തന്നെ സൈഡിൽ ഇപ്പോൾ ഇത് മൊത്തം വിളവായിട്ടിരിക്കുന്ന കരിമ്പിൻ്റെ തോട്ടമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കും. രാവിലെ തന്നെ നല്ല തണുപ്പാണ്ട്. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും തണുപ്പ് കൂടിക്കൂടി വന്നിട്ടിരിക്കണേ. അങ്ങനെ നമ്മൾ നിന്നേച്ച മന്ദിറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ദിയോബാന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് മുസാഫിർ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് 30 കിലോമീറ്ററാണ്. അപ്പോൾ മുസാഫിർ നഗർ പോയിട്ട് അവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ദിയോബാന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തും. അപ്പോൾ അവിടെയാണ് നമ്മളെ ഫ്രണ്ട്സ് ഉള്ളത്.
അപ്പോൾ നമ്മൾ ഇന്നലെ എന്ന് വെച്ചാൽ മന്ദിറിലെ ബാബാജി ആണെങ്കിൽ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ തന്നെയാണ് ആ പ്രോപ്പർട്ടി, ആ അമ്പലം എല്ലാം പുള്ളിക്കാരൻ്റെ വീടൊക്കെ ആയിരുന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ അവിടെ ആശ്രമമൊക്കെ കെട്ടി പുള്ളിക്കാരൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. കിടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയമായിരുന്നു. നേരത്തെ കിടക്കും, രാവിലെ എഴുന്നേക്കണതുകൊണ്ട് തന്നെ. അപ്പോൾ നിന്നേച്ച ആ സ്പേസ് എല്ലാം പൂട്ടിയിട്ട് നിൽക്കണ ടൈമിലാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ എത്തിയിട്ട് പുറത്തുനിന്ന് ബാബാജിനെ വിളിച്ചപ്പോൾ തന്നെ നേരെ ജനലിൽ കൂടി വന്നിട്ട് ആരാന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനിതുപോലെ സൈക്കിൾ യാത്രയിൽ വന്നാണ്. എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ. ആ വായോ അകത്തേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലോക്കൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് വരിക. ആരാന്ന് പോലും അറിയാണ്ട് പോലും അത്രയും നല്ല രീതിയിലാണ് നമ്മൾ വെൽക്കം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരാണെന്ന് തന്നെയാണ് പറയുന്നത്. നല്ല വിദ്യാഭ്യാസവും ഉണ്ട്. അതുമാത്രമല്ല എല്ലാവരോടും പെരുമാറാനും എല്ലാ കാര്യം കൊണ്ട് ഇന്ത്യയിൽ നല്ലൊരു ജനതയാണ് കേരളത്തിൽ എന്നാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരനും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ എത്താൻ നേരത്ത് നമ്മുടെ സ്ഥലത്തെ കുറിച്ചിട്ട് നല്ലത് വേറെ ആൾക്കാർ പറയുമ്പോഴേക്കും അത് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യാൻ നേരത്ത് നമ്മളെ കൊണ്ട് വേറെ മറ്റു നാട്ടുകളിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അപ്പോൾ നമ്മളെ കൊണ്ട് നല്ല കുറേ കാര്യങ്ങൾ തന്നെ ആൾക്കാരെ കൊണ്ട് ഇനിയും പറയിക്കാം. നമ്മുടെ നാടിനെ നല്ല നല്ല രീതിയിൽ തന്നെ പുറം ലോകം മൊത്തത്തിൽ അറിയാം. അപ്പോൾ എന്തായാലും ഇന്നലെ ആ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകാൻ നേരത്ത് നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കാനൊക്കെ ആണെങ്കിൽ നല്ല തണലത്ത് നല്ലൊരു ആംബിയൻസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചോളെ കുളിച്ചെന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇവിടെ മിക്കയിടത്തും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഡിഷാണിത്, ചോളെ കുളിച്ചെന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ മുസാഫർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകാനായിട്ടുള്ള ദേവ്ബണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, ദേവ്ബണ്ടിലേക്കാണ്. അപ്പോൾ അവിടെയാണ് ആ മലയാളി നമ്മളെ മച്ചാന്മാരുള്ളത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിന്ന് വൈകുന്നേരം എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു 5 മണിയൊക്കെ കുളിച്ചിട്ട് അവിടെ എത്തുന്നതായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ചോളയെ കുളിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ കഴിച്ച് നോക്കണം, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയിട്ട് വേണം ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ഇനി വീണ്ടും യാത്ര തുടങ്ങണം. അപ്പോൾ ഇത് വളരെ അടിപൊളിയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള, അതായത് ബണ്ണല്ല ബണ്ണിൻ്റെ തന്നെ പോലെ ഇരിക്കുന്ന സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ് ഇത്. അതും ഇത് കടലയൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു അപ്പം ഇന്ന് രാത്രി നേരെ മച്ചാന്മാരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടിരിക്കണേന്ന് 5 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അപ്പോൾ കലക്കം ഫുഡൊക്കെ ഇട്ട് അവിടെ കൂടാം. അതിനിപ്പോൾ സമയം 5:30 ആയപ്പോഴേക്കും നമ്മളിപ്പോൾ ദേവബന്ധം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചപ്പോഴേക്കും ഉള്ളിലോട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ അവർ ഹൈവേൻ്റെ ഈ ഭാഗത്ത് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലൊക്കേഷൻ 1 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ പരിചയപ്പെട്ട് നേരെ അവരുടെ സ്ഥലത്തേക്ക് പോയി ഇന്ന് നമ്മൾ അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്നാലും വളരെ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള യാത്രകളിലൊക്കെ നമ്മളെ ഓരോ ആൾക്കാർ അവരുടെ സ്ഥലത്തേക്കൊക്കെ വിളിക്കാൻ നേരത്ത് നമ്മൾ അവിടെ പോയി അവരെ കാണാൻ നേരത്ത് അതിനൊരു വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും അവരിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളുണ്ടല്ലോ ദേവബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചാന്മാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കുട്ടൂസിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ താഴെ തന്നെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ലഗേജ് എല്ലാം അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് അവരെല്ലാം പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ വളരെ അടിപൊളിയാണ്. നമുക്ക് ഇതുപോലെയുള്ള ഓരോ ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്താൻ നേരത്ത്. ഇവിടെ 6 പേരാണ്ടുള്ള 6 ചമരുണ്ട്. അതിൻ്റെ നമ്മുടെ ഇതാണ് സ്ഥലം. ഹായ് ബ്രോ. ഹായ് ബ്രോന്റെ പേരെന്തായിരുന്നു? റബി. നാട്ടില് കോഴിക്കോടുള്ള അച്ഛനാണ്. അതുപോലെ തന്നെ അർഷു നാട്ടിലെവിടെ? കോഴിക്കോട് തന്നെ. പിന്നെ ഇനിയുണ്ട് കേട്ടോ നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരിപ്പോൾ കുക്കിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലൊക്കെയാണ്. അപ്പോൾ മച്ചാ പേര് റിൻഷാദ് എന്നാ? തമ്മനത്തന്നെ. അടുത്ത ഹംറാസ് നാട്ടില് കണ്ണൂരാണ്.
അപ്പോൾ ഇനി ഒരു വെച്ചാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ഒക്കെ ചെയ്ത് ഇവിടെ എത്തിച്ച് അടുത്തൊരു വെച്ചാനാണ്. പേരെന്ത്? താഹിർ. തമ്മനിൽ തന്നെയല്ലേ വീട്? ചേരനല്ലൂരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടുള്ളൂ. നമ്മളിപ്പോൾ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ റൂമിലെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരോട് കമ്പനിയൊക്കെ അടിച്ച് രാത്രിത്തെ ഫുഡൊക്കെ എന്തായാലും അടിപൊളിയായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല ചോറും അതുപോലെ തന്നെ നല്ല നാടൻ സ്റ്റൈലിൽ വെച്ച പോത്തിറച്ചി കണ്ട. അത് നമുക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ UP-യിലാണ്. അപ്പോൾ എല്ലാവരും UP-യിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ UP-യിൽ വന്നിട്ട് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നല്ല പോത്തിറച്ചി കുട്ടി ചോറാണ്. അപ്പോൾ ഇതിനെയും നല്ല കുറേ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ.